ലോഹിസാറുമായിട്ടുള്ള ഒരു അസോസിയേഷന്റെ അതിന്റെ ഒരു സാഹചര്യം ഉണ്ടായതും അത് മമ്മൂട്ടിയാണ് അതിനൊരു കാരണക്കാരൻ. മമ്മൂട്ടി നേരിട്ടല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രോജക്റ്റ് രൂപപ്പെടാനുള്ള കാരണം മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയായിട്ടാണ് അതിന് തൊട്ട് മുമ്പ് ഞാൻ ആയുധം ചെയ്തത്. അത് കഴിഞ്ഞ് മമ്മൂട്ടി എന്നെ വേറെ 2 എഴുത്തുകാരെ എൻ്റെ അടുത്തേക്ക് വിടുകയും എൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ ഒരു കഥയുണ്ട്, അതിനകത്തൊരു കഥാപാത്രമുണ്ട്, ആ കഥാപാത്രമാണ് എനിക്ക് താല്പര്യം. ആ കഥയിൽ മമ്മൂട്ടി സൂചിപ്പിച്ച പോലെ ഒരു കഥാപാത്രമുണ്ട്, ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമുണ്ട്. പക്ഷെ ആ കഥയ്ക്കൊരു ലോജിക്ക് ഉണ്ടായില്ല. കൃത്യമായിട്ട് ആ കഥ എനിക്ക് കൺവിൻസ് ആകുന്ന രീതിയിൽ അതിൻ്റെ ഒരു ലോജിക്കിന്റെ ഒരു കൃത്യമായ ലോജിക്ക് അതിനകത്ത് എനിക്ക് എന്നോട് പറഞ്ഞു തരാൻ അവർക്ക് കഴിഞ്ഞില്ല. എങ്കിലും അവരോട് എഴുതാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയും പക്ഷെ അവർ എഴുതി വന്നപ്പോഴും ഈ പറയുന്ന ഒരു ക്ലാരിറ്റി അതിന് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന്. അപ്പോഴേക്കും നിർമ്മാതാവ് വന്നു കഴിഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടി ഇങ്ങനെ ഒരു ഓഫറുമായിട്ട് ഒരു ഡേറ്റുമായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ അതറിഞ്ഞിട്ടൊരു നിർമ്മാതാവ് വരുന്നു. ആ നിർമ്മാതാവ് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത് മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഒരു പുതിയ കഥയിലേക്കുള്ള ചിന്ത വരുന്നത്. കാരണം ബാക്കി ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച ഇൻവെസ്റ്റ്മെന്റും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആ പ്രോജക്റ്റ് നിർത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് അത് എത്തണം. അങ്ങനെ ഒരു പ്രഷർ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത് മുമ്പ് കഥ പറയാൻ വന്ന ഒരാളെ കുറിച്ച് ഓർക്കുന്നത്. അന്ന് അത് എൻ്റെ മുമ്പിൽ വന്നൊരു 3 കഥകൾ പറയുന്നുണ്ട്. ഈ 3 കഥകളും എനിക്ക് വളരെ താല്പര്യം തോന്നിയ കഥകളാണ്. അപ്പം ഞാൻ അയാളുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും എൻ്റെ കയ്യിലില്ല. അന്ന് മൊബൈൽ ഫോണുകൾ ഇല്ലാത്ത കാലം. അപ്പം ഇയാൾ ചാലക്കുടിക്കാരനാണെന്ന് മാത്രം ഒരു അറിവുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ നിർമ്മാതാവിനെ വിളിച്ചു പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോയിരുന്ന കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, പുതിയൊരു കഥ കണ്ടെത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ നിർമ്മാതാവും ഞാനും കൂടെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ അന്വേഷിച്ച് പോയി ഇയാളുടെ വീട് തപ്പിയെടുത്ത് വളരെ വഴിയിലൊക്കെ ചോദിച്ചു പോയി വീട് കണ്ടെത്തി ഇയാളെ കണ്ടെത്തി. അയാളെ അപ്പം തന്നെ എൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ ഈ ചെറുപ്പക്കാർ പറഞ്ഞ കഥ പറഞ്ഞു. പക്ഷെ അതിൽ നിന്നൊരു കഥ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല എന്ന് പറയും. അങ്ങനെ ഒരു കഥ രൂപപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയും. പക്ഷെ അദ്ദേഹം ആ സമയത്ത് ഒരു കഥ രൂപപ്പെടുത്തി, പുതിയതായിട്ടൊരു കഥ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു എലമെന്റ് ചെറുതായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതിനെ ഡെവലപ്പ് ചെയ്തൊരു കഥയായിട്ട് അടുത്ത ദിവസം ഒരു 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഒരു കഥ എൻ്റെ അടുത്ത് പറയുകയാണ്. അതാണ് തനിയാവർത്തനമായിട്ടും മാറിയത്. അപ്പം അങ്ങനെയാണ് ഒരു ലോഹി ഞാനുമായിട്ടുള്ളൊരു കൂട്ടുകെട്ടുണ്ടാകുന്നതും പിന്നെ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്യുകയും ഒരുപാട് മലയാള സിനിമയിലെ ഏറ്റവും മികച്ചൊരു കൂട്ടുകെട്ടിന്റെ രൂപപ്പെടൽ സംഭവിക്കുന്നതും ആ സിനിമയിലൂടെയാണ്.